എൻ്റെ കയ്യിലൊരു നല്ല ഐഡിയ ഉണ്ട്, ഒരു നല്ല കോൺസെപ്റ്റ്. പക്ഷേ എൻ്റെ പേടിയാണ്, ഇത് ഞാൻ പലപ്പോഴും പലരുടെ അടുത്ത് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് അവരത് മിസ്യൂസ് ചെയ്യുമോ, അല്ലെങ്കിൽ എന്നെ പറ്റിക്കുമോ, അല്ലെങ്കിൽ അതിനെ കോപ്പി അടിച്ച് വേറെ വല്ലതും തുടങ്ങുമോ. അപ്പം എനിക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അതായത് നമ്മളുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ പുതിയൊരു ഇന്നോവേഷൻ നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ അത് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമാണ് ആ ഒരു ഐഡിയ വിജയിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം നമ്മുടെ ഈ ഒരു ലോക്കൽ മാർക്കറ്റിൽ തന്നെ ഒരുപാട് പ്രോഡക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ടൈമിൽ ഇറങ്ങിയ സ്പിന്നേഴ്സ്, ആ ഒരു ടൈപ്പിലുള്ള ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. അത് ആദ്യം ആരാണോ അത് ഇറക്കുന്നത് അയാൾക്ക് അതിൻ്റെ എക്സാക്റ്റ് മൂല്യം അല്ലെങ്കിൽ അതിൻ്റെ വെർത്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ദുബായ് ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞു, അതേപോലെ അത് കുനാഫ ചോക്ലേറ്റ്, അത് ഒരുപാടായി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഐഡിയനെ കൊണ്ടുവരുമ്പോൾ അത് കോപ്പി അടിക്കാൻ അല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ ഇന്ന് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഇന്നോവേഷൻ നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ തന്നെ അതിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ പോരായ്മകളും അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളും ചർച്ച ചെയ്യാനായിരിക്കുമല്ലോ നമ്മൾ നമ്മുടെ ഏറ്റവും അടുത്ത ടീമിൻ്റെ അടുത്ത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ, ഫാമിലി, ആരുടെ അടുത്തായിക്കോട്ടെ, അത് നമ്മളതിൻ്റെ വരും വരായികകൾ അറിയാൻ വേണ്ടിയിട്ടാണ് പരിശോധിക്കുക. അപ്പോൾ എല്ലായ്പ്പോഴും അതിൻ്റെ ഐഡിയാസ് മറ്റൊരാൾ കൊണ്ടുപോകുമ്പോൾ എക്സാക്റ്റ് അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണോ, അതിൻ്റെ അവസാനം എന്താണ്, അതൊരിക്കലും നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മൾ ഡയറക്റ്റ് മൂക്ക് പിടിക്കുക എന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ വളഞ്ഞ് മൂക്ക് പിടിക്കുക എന്ന് പറയുന്നുണ്ട്. അതേപോലെ അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് വളഞ്ഞ് മൂക്ക് പിടിക്കാനുള്ള വഴികളാണ്. അവർ അതിൽ കൂടെ ചുറ്റിക്കറങ്ങി അങ്ങ് വന്നോട്ടെ, പക്ഷേ ആ സമയം കൊണ്ട് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് നമ്മൾ സക്സസ് ആയിരിക്കണം. അതുകൊണ്ട് ഒരിക്കലും ഐഡിയ പറയുമ്പോൾ അതിൻ്റെ പരിപൂർണമായ ഒരു ഇക്വേഷൻ അവർക്ക് നല്ല ആർക്കും നമ്മൾ കൊടുക്കാൻ പാടില്ല. അവിടെ മാത്രമേ നമ്മുടെ വിജയം നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുള്ളൂ.